കൊല്ലത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോയ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെ ആക്രമണം. കന്യാകുമാരി തീരത്തിന് സമീപം വെച്ചായിരുന്നു സംഭവം. നിരവധി മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. കുളച്ചെന്ന് കൃത്യമായിട്ട് ഒരു 61 നോട്ടുകൾ പണിഞ്ഞാറാണ് ഈ ടീപ്സി കിട്ടുന്നത്. പുല്ലമ്പണിക്കാണ് പോയത്. അവിടെ ഇന്നലെ വൈകുന്നേരം 4 മണിയാകുമ്പോൾ 10:40 ബോട്ടുകൾ, പച്ച ബോട്ടുകൾ കയറി വന്നായിരുന്നു. മുട്ടൻ ബോട്ടും കുളച്ച ബോട്ടുകൾ കയറി വന്നാണ് ഈ ഗുണ്ടെടുത്താണ് ആദ്യം എറിഞ്ഞത്. എറിഞ്ഞിട്ട് ബോട്ട് ഇടിച്ച് പൊളിച്ചിട്ട് അവർ 6 ആൾ ബോട്ടിക്ക് പൈപ്പുമായിട്ട് കയറി വീലോസിൻ്റെ അകത്ത് കയറി എല്ലാം അടിച്ച് പൊട്ടിച്ചിട്ട് പൊട്ടിക്കിടന്ന ചില്ലെടുത്ത് ഒരാളുടെ കളത്തിലും ഒരാളുടെ തലയിലും കീറിക്കൊണ്ട് അവരുടെ ബോട്ടിൽ കയറിപ്പോയി. അവർ പറയുന്നത് കേരള ബോട്ടുകൾ ഇവിടെ പണിയെടുക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. തെക്കോട്ട് പോകാൻ പാടില്ലെന്നാണ് അവർ തീരുമാനിച്ച് പറയുന്നത്. അരുൺ രാജുണ്ട് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അരുൺ, ഈ കടലിലെ അതിർത്തി തർക്കമാണോ തൊഴിൽ തർക്കം? അത് ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കടന്നത്? ഈ ബോട്ടുകൾക്കടക്കം ആളുകൾക്കും പരിക്ക്. എന്താണ് സംഭവം? ഗൂഗിൾ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. കാരണം കടലിൽ ഇത്തരം അതിർത്തികൾ, അത് സംസ്ഥാനങ്ങൾക്കിടയിൽ അതിർത്തികൾ ഇല്ലാതെയാണ് സാധാരണഗതിയിൽ മത്സ്യബന്ധനം നടത്തുന്നത്. തമിഴ്നാട്ടിൽ നടക്കം മത്സ്യബന്ധന ബോട്ടുകൾ കേരള തീരത്തും കൊല്ലത്തിന്റെ അടക്കം തീരത്തെത്തി മത്സ്യബന്ധനം നടത്തി തിരിച്ചു പോകുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം ഈ കൊല്ലത്തുനിന്ന് മത്സ്യബന്ധനത്തിനായി കന്യാകുമാരിയിലേക്ക്, തമിഴ്നാട് അതിർത്തി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് പോയ മത്സ്യത്തൊഴിലാളികൾക്കാണ് ഇത്തരം ദുരനുഭവം നേരിട്ടത്. ഈ മത്സ്യത്തൊഴിലാളികളെ തടഞ്ഞു വെക്കുകയും ഈ ബോട്ട് തകർക്കുകയും മത്സ്യത്തൊഴിലാളികളെ ആക്രമിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ആദ്യം ഈ ബോട്ടിന് നേരെ ഗുണ്ടെടുത്തെറിഞ്ഞു എന്നുള്ളതാണ് ഈ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. തുടർന്ന് അക്രമം തുടരുകയായിരുന്നു. ആ ബോട്ടിനടക്കം കാര്യമായ രീതിയിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 4 മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. കാരണം വലിയ ഇതിലുള്ള മുറിവുകളടക്കം ഈ മത്സ്യത്തൊഴിലാളികൾക്ക് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് തമിഴ്നാട്ടിലേക്ക് മത്സ്യബന്ധനത്തിനായി കേരളത്തിൽ നിന്ന് ആരും എത്തണ്ട എന്ന ഒരു വാദമാണ് ഈ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് എന്നുള്ളതാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ അവകാശപ്പെടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരാതി ഇപ്പോൾ ഫിഷറീസ് വകുപ്പിനടക്കം ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ നൽകിയിരിക്കുകയാണ്. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ ഫിഷറീസ് വകുപ്പും നടത്തുന്നുണ്ട്. കാരണം ഇത്തരത്തിലൊരു രീതി നേരത്തെ ഉണ്ടായിരുന്നതല്ല. കാരണം കേരള തീരത്തേക്ക് അങ്ങനെയാണെങ്കിൽ ഇനി തമിഴ്നാട്ട് തീരത്തു നിന്നുള്ള മത്സ്യത്തൊഴിലാളികളെ പ്രവേശിപ്പിക്കരുത് എന്ന ആവശ്യം കൂടി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.